എന്തായാലും നമ്മുടെ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സഹിൻ ആന്റണി കൂടുതൽ വിവരങ്ങൾ നൽകും. സഹിൻ, പിന്നീട് ബന്ധപ്പെടാനായോ നേവിയുടെ PRO ആയിട്ട്? എന്താണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? സനീഷ, രക്ഷാദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഡോണിയർ വിമാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. മധ്യഭാഗത്താണ് കപ്പലിന് തീപിടിച്ചിരിക്കുന്നത്. ഈ വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പൽ 2014 അപകടമുണ്ടായ മറ്റൊരു കപ്പലിലെ ജീവനക്കാരെയൊക്കെ രക്ഷിച്ചൊരു കപ്പലാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിലെ ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാവികസേനയുടെ ആദ്യ ഡോണിയർ വിമാനം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ INS സൂറത്ത് അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ ഈ 40 ജീവനക്കാരെയും ഒരു പോറൽ പോലും ഇല്ലാതെ നമുക്ക് നമ്മുടെ തീരത്തേക്ക് എത്തിക്കാൻ പറ്റും. കൊച്ചിയിലും കോഴിക്കോടും ഇവരുടെ രക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡോണിയർ വിമാനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. INS സൂറത്ത് അല്പനേരത്തിനുള്ളിൽ തന്നെ എത്തും. ഈ കപ്പലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 670ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പൽ സിംഗപ്പൂർ കപ്പലാണ്. ഈ കപ്പൽ മദർഷിപ്പാണ്. മദർഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ രക്ഷാപ്രവർത്തനം നടത്തുക ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും നമ്മൾക്ക് മുൻ പരിചയമുള്ള കപ്പലുകളാണ്, മുൻ പരിചയമുള്ള ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കപ്പലുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കപ്പലിലെ ജീവനക്കാരെയും ഒപ്പം തന്നെ പറ്റുമെങ്കിൽ ഈ കപ്പലും പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. സനീഷ്.